രക്ഷകനാഥാവും നിന്നെ മാമോദീസമൊക്കെ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നാഥാ, ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധനാകുന്നു. 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 Soul
കാക്കയിടും ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ഹബീബായി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്നെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിചലിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകി. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടയാകുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഹബീബായി പരിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും ബാധിച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തുകൊടുത്ത്
നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കും. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ കേൾക്കുമാറാകട്ടെ. യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും അറിയിച്ച അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസായിൽ നിന്നും ഒന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. കന്യമറിയാമെന്ന് ശരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും യേശുമശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം യഹൂദയിലെ രാജാവായ ഹെറോദേസിന്റെ കാലത്ത് അബിയാഗണത്തിൽ സഖറിയ എന്ന പേരിലൊരു ആചാര്യനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ വംശത്തിൽപ്പെട്ട എലിസബേത്തായിരുന്നു. അവർ രണ്ടുപേരും ദൈവത്തിന് മുമ്പാകെ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും നിയമങ്ങളും കുറ്റമില്ലാതെ പാലിക്കുന്നവരുമായിരുന്നു. എലിസബേത്ത് വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് സന്തതികളുണ്ടായില്ല. അവരിരുവരും പ്രായാധിക്യമുള്ളവരുമായിരുന്നു. സഖറിയാവിന്റെ ശുശ്രൂഷ ക്രമപ്രകാരം ദിവസത്തിൽ ആചാര്യ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയും പൗരോഹിത്യ മുറയനുസരിച്ച് അവൻ ധൂപം വയ്ക്കേണ്ട തവണ വന്നു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമടയ്ക്കുന്ന സമയത്ത് ജനമെല്ലാം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ മാലാഖ ധൂപടത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന സഖറിയ കണ്ട് സഖറിയാവിനെ കണ്ട് ഭ്രമിച്ച് പരവശനായി. മാലാഖ അവനോട് ഇങ്ങനെ പറഞ്ഞു: സഖറിയായേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാനെന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ വല്ലതും ആഹ്ലാദിക്കും. എന്തെന്നാൽ അവൻ കർത്താവിന്റെ സന്നിധിയിൽ മഹാനായിത്തീരും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മാതാവിന്റെ ഉദരത്തെ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേര് അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിക്കും. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരിക്കാത്തവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ച പൂർണ്ണതയുള്ളൊരു ജനതയെ കർത്താവിന് ഒരുക്കുവാൻ കർത്താവിന് മുമ്പ് ഏലിയാ പ്രവാചകന്റെ ആത്മാവോടും ശക്തിയോടും കൂടി അവൻ സഞ്ചരിക്കും. അപ്പോൾ സഖറിയ ദൂതനോട് ചോദിച്ചു: ഞാനിത് എങ്ങനെ അറിയും? ഞാനൊരു വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യ വയോവൃദ്ധയുമാണ്. ദൂതൻ ഉത്തരം പറഞ്ഞു: ഞാൻ ദിവസം നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും ഇത് നിന്നെ അറിയിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. യഥാകാലം നിറവേറാനുള്ള ഈ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുന്നതിനാൽ ഇവ സംഭവിക്കുന്നവരെ നീ ഊമനായിരിക്കും. ജനങ്ങൾ സഖറിയയെ കാത്തിരിക്കുകയായിരുന്നു. ദേവാലയത്തിൽ നിന്ന് വരുവാൻ അവൻ വൈകുന്നതോർത്ത് അവർ ആശ്ചര്യപ്പെട്ടു. സഖറിയ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ അവനൊരു ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിച്ചതേ ഉള്ളൂ. അവൻ ഊമനായി ജീവിച്ചു. ശുശ്രൂഷാകാലം തികഞ്ഞപ്പോൾ അവൻ സ്വഭവനത്തിലേക്ക് പോയി. ആ നാളുകൾക്ക് ശേഷം അവന്റെ ഭാര്യ എലിസബേത്ത് ഗർഭിണിയായി. 5 മാസം രഹസ്യമായി പാർത്തു. മനുഷ്യരുടെയിലുള്ള എൻ്റെ അപമാനം നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ചു. ഇപ്രകാരം ചെയ്തു എന്നോൾ പറയുകയും ചെയ്തു: ഉശൈനോ ലകുൽഗു Bye.
റഹമേ വകനോനവൻ മറിയോനവേ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അനുഗ്രഹിക്കാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ലാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപരിഹാരം നൽകുകയും തന്റെ ശുദ്ധീകരണ ബലിയർപ്പണത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കാഴ്ച അനുഗ്രഹീതവും മാതൃഫലം മഹനീയമാകുന്നു. സ്ലീബായിലേക്ക് ഞങ്ങളെ രക്ഷിക്കുകയും മൂകജന്തുക്കളുടെ ബലികൾ ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും നമുക്ക് ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുകുലഹൂൻ യൗമോ സുധായ. ബഹുമാനപ്പെട്ട പെട്ടക്കാരുകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്തു ഞങ്ങളെ സഹായിക്കണമേ. ശുഭകായോ പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ആർദ്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ എൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായ നാദാലിവതോന്ന് ഞങ്ങൾ കരുണ ചെയ്യണമേ. ദൈവകർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള അങ്ങയുടെ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ഓർക്കണമേ. ദൈവകർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. എന്റെ നാഥ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു തരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്താലുള്ള സകല പ്രവൃത്തികളെയും ചിന്തകളെയും നടപടികളെയും ഞങ്ങൾ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസ്ഥാനങ്ങളെ അർഹരാക്കി തീർക്കണമേ. അങ്ങക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് നാഥാ, ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഹൃദയപൂർവ്വം തന്നെ വിളിക്കുന്നവരിൽ നിന്ന്
സ്തോത്രബലി അംഗീകരിക്കുന്നവരുമായ ദൈവമാർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ രഹസ്യകാരബലി അപേക്ഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ രോഗ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കുർബാനയിലും വിശ്വാസികളായ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം ആവശ്യിക്കുമാറാകണമേ. അവനോട് നിനക്ക് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും ബഹുമാന്യവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും കൈക്കൊള്ളുമാറാകട്ടെ. ദൈവത്തിന്റെ ഏകപുത്രൻ സർവ്വലോകങ്ങളുടെ പിതാവിനും പ്രകാശവും സകലത്തിലുള്ള സകലവും ജനിച്ച സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിനോട് സമർപ്പണവും സർവ്വോദാത്മാക്രമായ മനുഷ്യനായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം സ്വർഗ്ഗം ഇറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിഷ്ണുവിനോടെയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറക്കപ്പെട്ട പരിശുദ്ധനുഭവിച്ച മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വർത്തമാനത്തിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ വലിയ മാത്രത്തോടെയും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളും ശ്രേഷ്ഠമായുള്ളവരെ, ഞാൻ അർപ്പിക്കുന്ന കുർബാന അംഗീകരിപ്പാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്നേഹം
രക്ഷകമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകോഹായും പ്രാഥമികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരപ്പിന്റെ സമാധാനത്തിന്റെ നാഥനുമായ ദൈവമേ, നിന്റെ നിരപ്പ് സമാധാനവും ഞങ്ങളുടെ വിതരണം ചെയ്ത് ആയുഷ്കാലം മുഴുവനും നിന്റെ നേരെയുള്ള സ്നേഹവും പ്രേമവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറായണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുവായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഹോശോ എല്ലാവർക്കും സമാധാനം.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആശ്വാസമേ, ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹം നൽകി, കർത്താവിൻ സ്നേഹം നൽകി. വാസം ചെയ്തിടട്ടെന്നോ തമ്മിൽ ശുദ്ധിക്കേണമെന്നോ തൽസ്ലോകോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. തൽസ്ലോകോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകുന്ന ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിങ്ങളുടെ ഞങ്ങൾ കരുണിക്കുന്നു. ഞങ്ങൾ തല ഉനിച്ചു വണങ്ങിക്കൊണ്ട് മനോവദനയോട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ആശ്വാസം നൽകുന്നതിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധറുവായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലശ്വാ. ദൃഷ്ടി ഞങ്ങളെ നേരെ തിരിച്ച് നിന്റെ ചെവി ചായ്ച്ച് ദരിദ്രരായ നിന്റെ ദാസരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കുമാറാകണമേ. ഇത് ഞങ്ങൾ കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും പര്യാപ്തമായി തീരാനിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധറുവായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുലശ്മാല. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പട്ടക്കാലുകളാൽ നമ്മുടെ ഭാഗം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കൃപാനെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ മുഴുവനായ പിതാവാം ദൈവത്തിനും നിരത്തിനും സമാധാനത്തിനും അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാൾ ഉണ്ടായിരിക്കും. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും വീരങ്ങളിൽ പിതാവാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശീതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതമായ സ്ഥാനത്ത് ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് മാലാകമാരും പ്രധാന മാലാകമാരും അദൃശ്യമായ ശ്രേഷ്ഠതയെ സ്തുതിച്ചു പോടുന്ന ഈ സമയത്ത് ഞങ്ങൾ ഉന്നത ശബ്ദത്തിൽ പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിച്ച് പറയുന്നു. മസാഖിൻ ഗോയേൻ പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ നാമത്തിൽ
പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോട് മനോനയിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ പരിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധി Hadis Wakzo മുറിച്ചൻ പരിശുദ്ധാശ്രയന്മാർ അവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യനാകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായി കാസായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാശ്രയന്മാർക്ക് അവരോട് ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് അരുൾ ചെയ്തു. വൽഹായി നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെ ഓർമ്മ അനുഷ്ഠിച്ചുകൊള്ളുവീൻ. ദാമോ ദോസേ അനുസരിക്കുകയും നിന്റെ മനുഷ്യാവതാര സ്മരണയെ നിർവഹിക്കുകയും സംഭ്രമജനകമായ എന്റെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഭ്രമജനകവും ഭയങ്കരമായ സിംഹാസന വിശ്വാസം സമയത്ത് ഞങ്ങളുടെ പൂർവ്വഭാവങ്ങൾ നീ ഓർക്കാതെ ദയാദൃഷ്ടിയോട് ഞങ്ങളെ വീക്ഷിച്ച് ഞങ്ങളെല്ലാവരും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധരൂപ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാർമ്മൻ കരുതി ആവശ്യിച്ചു അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും പ്രാർത്ഥിക്കുകയും ഞങ്ങളെല്ലാവരും സമാധാനവും
ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. ഉത്തമനെ അലിവ് തോന്നി എന്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൃശ്യമായി പകർന്നാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി ആക്കി തീർക്കുമാറ. ദൃശ്യമായി പറന്നാവസിച്ച് ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുകയും ചെയ്യുമാറ. ദൈവമാർത്താവേ, നിന്റെ ഒത്തിന്റെ കൃപയും കരുണയും മനുഷ്യസ്നേഹം മൂലം ഇതിൽ സംബന്ധിക്കുന്നവരെ കാത്തുകൊള്ളുന്നതും ശക്തി നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി ഭവിക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ായിരുന്ന 4 പാമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യന്മാരും ദൈവത്താ നട്ടുപോരും നമ്മുടെ പാത്രികീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബസോലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പാട്ടുകാരൻ ആബോന്മാർ ക്രിസോസ്റ്റമോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പീസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുർബാന അർപ്പിക്കുവാൻ കഴിയാതെ വന്നിട്ടുള്ളവരെയും ബലഹീന ഞങ്ങളുടെ മധ്യസ്ഥതയിൽ ഇന്ന് കുർബാന അർപ്പിച്ചിട്ടുള്ളവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ കുർബാനയും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ഓരോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപാടികളിൽ നിന്നും നിർദ്ദയന്മാരായ ഭരണകർത്താക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ബാർക്കുമോ നാൽഫാമുള്ള ദൈവത്തിന്റെ സഭകളെയും ദൈവങ്ങളെയും സത്യവിശ്വാസത്തിൽ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ
ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസനുമായ ജനങ്ങളെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം വിശ്വാസത്തിനെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളി പാപശിക്ഷയിൽ നിന്നവരെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ബാർക്കിമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോളം വിശുദ്ധികളോളം മഹത്വങ്ങളോളം അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദൈവമായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും എവങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും മോദ്യാന്മാരെയും ഭാഗ്യവാൻ തന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാബ്ദാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തോളനുമായ മാർ സ്തേഫാനോസിനെയും സ്ത്രീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായെയും ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായി തീർക്കട്ടെ. കർത്താവിനോട് നാം നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യമായ സമ്മേളനത്തിലേക്ക് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ കൂട്ടത്തിൽ ആത്മീയമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ മോസ്ലയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിവാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് നിന്ന് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നെക്കിയാലും കുസ്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നതദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീകായും സദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലെമീസും ദിവനാസിയോസും താനാസിയോസും യൂലിയോസും ബെസലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമത്തിയോസും ഫീലക്സിനോസും അന്തിമോസും മിയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വേഗമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും അറിയാൻ സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളെ പാത്രികേസ്മാസേവറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ മാറിയാക്കോബ് വൃതാനായി മാറപ്രേമും മാറിയാക്കോബും മാർസാക്കും മാർബാലായും ദുഃഖിതമായ തലവനായ മാബസുമായും മാസമോന്തസ്തുവിനെയും തിരഞ്ഞെടുക്കപ്പെട്ട മറബായും എൽദോമാർ ബസലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാധവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നിന്റെ വിശുദ്ധ സഭയിൽ ശരിയായി സുവിശേഷ പ്രചരണം നടത്തിയുള്ളവരെ നീ ഓർക്കുകയും അവരുടെ അംഗീകാരമായ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ഉണ്ടാവുകയും ചെയ്യണമേ.
കരുണയോട് ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും. രുടെ സകലജടങ്ങളുടെ ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കിലേക്ക് വന്നു ചേർന്നവരാ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിയോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാമോത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്രോതത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറിയലായുസോ എന്ന ടെസ്റ്റ് ഞങ്ങളുടെ അവരുടെ നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കുമാറാകണമേ. ഞങ്ങളുടെ അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കുകയും ചെയ്യരുതേ. ശരീരത്തോട് ബന്ധപ്പെട്ടവർ നിന്റെ ഉത്തരനായ ഞങ്ങളുടെ കർത്താവേശമിശിയല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങളവരും കരുണയും പാപോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സുകൂടാതെ അറിവോടും അറികൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെല്ലാവരും ചെയ്തു പോയിട്ടുള്ള ക്ഷമിക്കണമേ. പാപികളും ദരിദ്രമായ ദാസരാ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശക്തിയേറി നിന്റെ വലത്തെ നീട്ടി പാപക്കണികൾ വീണു പോകാതിരിക്കത്തക്കവണ്ണം ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ മുൻപാ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും അനശ്വരമായ മണവറയിൽ എത്തിക്കുകയും ചെയ്യണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും വന്യമായ നാമത്തെയും നിന്റെ ഏകോത്തിന്റെയും പരിശുദ്ധമായ നാമങ്ങളെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഹോശോ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കും. Hallelujah.
രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലിപ്പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലവച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാര്യത്വത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്ണ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും, യുദ്ധങ്ങൾക്ക് ഒതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. താഴെയുള്ളവരാലും ആത്മീയരാലും മൺമേരാലും നീ വന്യനാകുന്നു. ബലഹീനരും ദുർഭകരമായ ദാസര ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകല അശുദ്ധതയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. നിർമ്മലമായ വിനീത ഹൃദയത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദേശം സർവ്വത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യങ്ങൾ തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മഹാകരുണകൾ ഞങ്ങൾ ചൊരിയണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ച് ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾക്ക് അവിടുന്ന് കാവൽക്കാരനും സംരക്ഷകനുമായിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധർക്കായിക്കും സ്തുതിസ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ എല്ലാവർക്കും സമാധാനം. അണയ്ക്കപ്പെട്ട വിശുദ്ധ ദിവസങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകുന്ന തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിൽ തലകുനിക്കുന്നു. ഇപ്പോൾ തിരുവൻപാദ തലവനിച്ചു നിൽക്കുന്ന നിന്റെ കണ്ണുകൾക്ക് പ്രതീക്ഷ നിൽക്കുന്ന നിന്റെ ജനത്തെ നിദർശിച്ച് നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമയാതനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ അവരെ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധർക്കായിക്കും സ്തുതിസ്തോത്രം സമർപ്പിക്കുന്നു. ഹോശോ എല്ലാവർക്കും തൈബുസ്വറഹമേനേൻ പരിശുദ്ധവും മകനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭനാദ്യന്തവും വന്യവും സാരാംശം തൃത്വത്തിന്റെ കൃപയും കണ്ണുകളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ.
ഇനി വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടും. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും ജീവനുള്ള വിശുദ്ധരുമായും കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ ശ്രദ്ധയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരുമായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കും. ശാശ്വതരാജി സ്വർഗത്തിൽ വളരുമവല്ലബാനോൻ
തോമാശ്ലീഗ പത്രോശ്ലീഗ Shvola bole baro നരനുടെ നാൾകളഹോ ഹല്ലേലൂയ പൊക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശരണമടഞ്ഞൊരു ദാസരനി ജീവാസരമതുണർത്തണമേ കബറിനോ ജ്ഞാനത്തീനാം സ്തോമങ്കാലസ്കുറിയേനായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാനായി രണ്ട് ലൈനായി മുന്നോട്ട് കടന്നു വരുന്നവർ വിശുദ്ധ ഹൂസോയോ പ്രാപിക്കുകയും വിശുദ്ധ കുമ്പസാരം നടത്തുകയും ചെയ്തിട്ടുള്ള സഭാവിശ്വാസികളായിരിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പായി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഇപ്പോൾ ഏറ്റു ചൊല്ലേണ്ടതാണ്. നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള രാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ സഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവും ദൈവമേ ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞാൻ യോഗ്യനായി തീരണമേ. പരിശുദ്ധരൂഹായുമായ വർണ്ണിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി.
ശുഭത്തോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിനുമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതുമായ ദേവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസന്മാർക്കായി പാപപരിഹാരം ഫലത്തിനേട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ തിരുവൻപാകെയുള്ള മുഖപ്രസന്നയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീരം അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തി ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമത്തിൽ സംബന്ധിപ്പായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പാവന തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി നാഥാ തിരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. നാഥാ, ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. മഹത്വവും വിസ്മയനുമായ നിക്ഷേപം ഞങ്ങൾ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദ അനുഭവങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധറുമായിരിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുലസ്മാ വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപത്തെ പരിഹരിക്കണമേ. നിന്റെ ഇടവകയുടെ ഭോഷത്വങ്ങൾ ക്ഷമിക്കണമേ. ധനവാന്മാരെ കാത്തുകൊള്ളണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ദരിദ്രന്മാരിൽ നീ ജാഗരൂകനായിരിക്കണമേ. ആവശ്യക്കാരുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും
സ്തുതിയും ആരാധന ഇപ്പോഴും എപ്പോഴും നീക്ക് സമർപ്പിക്കുന്നു. ഹോശോ യേശുവായൊരു മാതാവാകാൻ സന്തതയാചന സ്കറിയാതൻ വീട്ടിലുയർന്നു. ധാർമ്മികർ ചെയ്യും പ്രാർത്ഥനയേതും പാഴാകില്ല. വൃദ്ധതയാർന്നോൾ ഗർഭിണിയായിടും എന്നാൻ ദൂതൻ. മനസ്സിലുയർത്തിയ സന്ദേഹത്താൽ സുതനുള്ള വാമ്പരസ്കറിയ മുഴുമൗനം പൂണ്ടാൻ. തന്തനയനു വഴി കാട്ടാൻ നിവനെ നൽകിയ നാഥ, നിൻഹിതമതുപോൽ കാക്കുക ഞങ്ങളെ നിന്തിരുസഭയിൽ. വാർദ്ധക്യത്തിലൊരാത്മജനെ നൽകുന്ന ജാതിക്കും കാണിച്ചിടുമവൻ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണഗ്രഹങ്ങളോടുകൂടെ പരിശുദ്ധവും മകനീയമായ വിശുദ്ധ തൃത്വന്റെ കൃപകണ്ണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായി രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാ ദാസൻ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയ്ക്കേണ്ട സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ